നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ശക്തമായ വാക്യം ആഴമേറിയ ഒരു ആത്മീയ സത്യത്തെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസികൾ ദൈവത്തിന്റെ അനുയായികൾ മാത്രമല്ല, അവർ അവന്റെ വാസസ്ഥലവുമാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വിശുദ്ധ കെട്ടിടമായ ആലയത്തിൽ കണ്ടെത്തി. എന്നാൽ ക്രിസ്തുവിന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും മൂടുപടം കീറിപ്പോയി. ദൈവം ഇനി മനുഷ്യനിർമ്മിത ഘടനകളിൽ വസിക്കുന്നില്ല, പകരം പരിശുദ്ധാത്മാവിലൂടെ അവൻ നമ്മിൽ വസിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഇതിനർത്ഥം നമ്മൾ സാധാരണക്കാരല്ല എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം നാം വഹിക്കുന്നു. അവൻ നമ്മെ ദിവസവും നയിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈ സത്യം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. നാം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എന്നിവയാൽ നാം അവനെ ബഹുമാനിക്കണം. നാം നിർമ്മലരും വേർപിരിഞ്ഞവരും വിശുദ്ധരുമായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, ഭയം കൊണ്ടല്ല, മറിച്ച് നമ്മിൽ വസിക്കുന്നവനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. അത് വലിയ ആശ്വാസവും നൽകുന്നു. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നിങ്ങൾ ദൂരെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കേണ്ടതില്ല. അവൻ ഇതിനകം നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ ശക്തിപ്പെടുത്താനും നയിക്കാനും തയ്യാറാണ്. നിങ്ങൾ ഒരു വിശുദ്ധ മന്ദിരമാണ്. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആ അവബോധത്തോടെ ജീവിക്കുകയും അവന്റെ മഹത്വത്തിൽ നടക്കുകയും ചെയ്യുക.